ഓട്സും പഴമൊക്കെ വെച്ചിട്ട് ഒരടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് ബനാന പാൻ കേക്കാണ്. ഇത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് കഴിക്കാം. കാരണം ഇത് നല്ല ഹെൽത്തിയും ഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊക്കെയാണ് ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ശരിക്കും ഒരു എഗ്ഗും കൂടി വേണം, അത് ഞാൻ വെക്കാൻ മറന്നുപോയതാണ്. ഇനി ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇതിന് റോബസ്റ്റ് ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പഴം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മറന്നുപോയ എഗ്ഗും കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എഗ്ഗ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന പാലിനെക്കാട്ടും കുറച്ച് കൂടുതൽ പാല് നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാലേ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു സ്വീറ്റ്നർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സോ ഷുഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനുണ്ടാക്കിയ ബാറ്ററിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഹണി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ബാറ്റർ ഒരു ഓയിൽ ഗ്രീസ് ചെയ്ത പാനിലിട്ടിട്ട് 2 സൈഡും 3 മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാൻ കേക്ക്സ് ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. കുറച്ചല്ല, കുറച്ചധികം ഹണി തന്നെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തോ. ഞാനിവിടെ തിരഞ്ഞിട്ട് എനിക്ക് ബ്ലൂബെറീസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബനാനാസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു അടിപൊളി പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.